ഷാർജയിൽ തൂങ്ങിമരിച്ച അതുല്യയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് ഭർത്താവ് സതീഷ് ശങ്കർ. താൻ കാരണം അതുല്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യുകയില്ല. ഒന്നുകിൽ കൊലപാതകമായിരിക്കാം, അല്ലെങ്കിൽ തന്നെ പേടിപ്പിക്കാനുള്ള ശ്രമത്തിൽ കയ്യബദ്ധം പറ്റിയതായിരിക്കാമെന്നാണ് സതീഷ് പറയുന്നത്. സംഭവ ദിവസം രാത്രി അജ്മാനിലെ സുഹൃത്തുക്കൾ പാർട്ടിക്ക് വിളിച്ചപ്പോൾ സതീഷ് പോയിരുന്നു. അന്ന് രാത്രി ഒട്ടേറെ തവണ അതുല്യ സതീഷിന്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. പക്ഷേ സതീഷിന് ഫോൺ എടുക്കാൻ പറ്റിയിരുന്നില്ല. എന്നാൽ വീഡിയോ കോൾ ചെയ്തതിനു ശേഷം താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് കഴുത്തിൽ കുരുക്കിട്ട് തൂങ്ങി മരിക്കുന്നത് പോലെ കാണിച്ചു. അത് കണ്ടതോടെ സതീഷ് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തുറന്നിട്ട വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അതുല്യ സതീഷിന്റെ കൈലിമുണ്ടിൽ ഫാനിൽ കുരുക്കിട്ട് തൂങ്ങിയ നിലയിലായിരുന്നു. പക്ഷേ കാലുകൾ രണ്ടും തറയിൽ തട്ടിയിരുന്നു. സതീഷ് അതുല്യയെ ഉടൻ തന്നെ താഴെ ഇറക്കി ശേഷം പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസിനോട് എല്ലാ കാര്യങ്ങളും താൻ പറഞ്ഞിട്ടുണ്ടെന്നും മുറിയിൽ കറുത്ത മാസ്കും കത്തിയും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നെന്നും ഒരു ബട്ടൺസും കണ്ടെത്തിയിരുന്നു എന്നും സതീഷ് വ്യക്തമാക്കി. അതാരുടേതാണെന്ന് അറിയില്ല. ഭാരം കൂടിയ കട്ടിൽ മാറ്റിയിട്ട നിലയിലുമായിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും CCTVകളെല്ലാം പരിശോധിക്കണമെന്നും സതീഷ് പറഞ്ഞു. അതേ ഫാനിൽ തന്നെ താനും തൂങ്ങാൻ ശ്രമിച്ചതാണെന്നും പക്ഷേ മരണകാരണം വ്യക്തമാകുന്നതുവരെയെങ്കിലും ജീവൻ കളയില്ലെന്ന് പിന്നീട് തീരുമാനിച്ചു എന്നാണ് സതീഷ് പറയുന്നത്. അതുല്യ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ രണ്ടാമതും ഗർഭിണിയായി. എന്നാൽ നാട്ടിൽ പോയി തന്റെ അനുവാദമില്ലാതെ ഗർഭചിത്രം നടത്തി എന്നാണ് സതീഷ് ആരോപിക്കുന്നത്. സതീഷിന് 40 വയസ്സായി, ഷുഗർ പേഷ്യന്റാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ രണ്ടാമത്തെ കുട്ടിയെ എങ്ങനെ നോക്കും എന്നായിരുന്നു ഗർഭചിത്രത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതുല്യ മറുപടി പറഞ്ഞതെന്ന് സതീഷ് പറയുന്നു. താൻ ഒരു സൈക്കോയാണ്, തനിക്ക് അതുല്യയെ സംശയമാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ആളുകൾ ആരോപിക്കുന്നത്. സംശയങ്ങളെല്ലാം അതുല്യക്കായിരുന്നു എന്നാണ് സതീഷ് ഇപ്പോൾ പറയുന്നത്. സംശയമായതുകൊണ്ട് തന്നെ തന്റെ അമ്മയെയോ സുഹൃത്തുക്കളെയോ വിളിക്കാനോ കാണാനോ അതുല്യ അനുവദിച്ചിരുന്നില്ല എന്നും സതീഷ് പറയുന്നു. താനല്ല പീഡിപ്പിച്ചിരുന്നത്, മറിച്ച് അതുല്യ തന്നെയാണ് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നതെന്ന് സതീഷ് ഇപ്പോൾ ആരോപിക്കുന്നു. പോലീസ് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്ന് സതീഷ് പറയുന്നു. എന്നാൽ അതുല്യയെ ഭർത്താവ് നിരന്തരം പീഡിപ്പിക്കാറുണ്ടെന്നുള്ള ബന്ധുക്കളുടെ ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്.